മക്ക മുശ്രിക്കുകൾ ജീവിതത്തിൽ അപൂർവമായി കടലിൽ വെച്ച് കപ്പലിൽ വെച്ച് സ്വയം രക്ഷക്കായി അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നു. അതുമാത്രമാണ് അവരുടെ അള്ളാഹുവിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അല്ലാതെ കരയിലെത്തിയാൽ അവർ പലതിനുമാണ് നേർച്ചർപ്പിക്കുന്നതും അതേപോലെ മറ്റു മതകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവർക്കാണ്. ആകെയായി അവർ ജീവിതത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ നമ്മുടെ മുജാഹിദ് നേതാവ് ഹുസൈൻ സലഫി പറയുകയാണ്, അബൂജഹൽ അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് നിസ്കരിച്ചത്, അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് സക്കാത്ത് കൊടുത്തത്, അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് കന്നുകാലികൾ അറിവ് ചെയ്തത്. അങ്ങനെ എവിടെയാണുള്ളത്? ഏതെങ്കിലും ഒരു കിതാബിൽ കാണിച്ചു തരാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന് തന്നെയാണ് അബൂജഹൽ അർത്ഥത്. അങ്ങനെ മറ്റു കർമ്മങ്ങൾ, ഈ കടലിലുള്ള രക്ഷക്കുള്ള പ്രാർത്ഥന ഒഴിച്ച് മറ്റുള്ള കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം അബൂജഹൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അബൂജഹൽ മുസ്ലിമാണ്, അബൂജഹലിന് ഈമാനുണ്ട് എന്ന് ലോകത്ത് വല്ല ഏതെങ്കിലും ഒരു പണ്ഡിതനെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് മാത്രമേ എനിക്ക് അറിയേണ്ടുള്ളൂ. സുഹൃത്ത് ചോദിച്ചപ്പോ നമ്മൾ ലത്തീഫ് മുസ്ലിയാർ ബേജാറാവുക. കാരണം അപൂർവമായ അള്ളാഹിനെ ആരാധിച്ചു പറയുമ്പോൾ മൂപ്പ ഇതേ പറഞ്ഞതൊക്കെ പൊളിയാണല്ലോ. എന്താണ് അപ്പൊ എന്നെ എടുക്കാറൊക്കെ ഇയാളിപ്പോ കയറി വന്നു എന്നാണ് മൂപ്പര മനസ്സിൽ ഇപ്പൊ ഉള്ളത്. അത് മറിഞ്ഞ കാര്യം പറഞ്ഞതല്ല, തെളിഞ്ഞ കാര്യമാണ്. ആട്ടെ, അപ്പൊ ഏതെങ്കിലും കിതാബിന് കാണിക്കാൻ പറ്റുന്ന ഈ കിതാബിന് കാണിക്കാം. അള്ളാഹിന്റെ കിതാബിന്, ഇത് അള്ളാഹുവിന്റെ കിതാബ്, വിശുദ്ധ ഖുർആൻ. ഓരോന്നും കാണിച്ചു. അവര് അപൂർവമായി കടലിൽ പോയി മുങ്ങി മരിക്കാൻ നേരത്തു മാത്രം നടത്തിയൊരു പ്രാർത്ഥന മാത്രമല്ല ഖുർആൻ പറഞ്ഞത്. അനേകം സംഭവങ്ങൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചു. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ പേരെന്താ? അബ്ദുല്ലാ. കടലിൽ കപ്പലിൽ പോയപ്പോ മുങ്ങി മരിക്കാൻ നേരത്തിട്ട പേരല്ല. മുങ്ങി മരിക്കാൻ നേരത്ത് അബ്ദുല്ല, പുറത്തേക്കെച്ച അബ്ദുല്ലാത്ത എന്ന് മാറ്റിയിട്ടില്ല. അത് വാപ്പാക്കിട്ട പേരാ. ആ പേര് എന്തായാലും റസൂൽ ഇട്ടതല്ലോ. റസൂൽ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ വഫാത്തായി എന്ന് ചരിത്രങ്ങളിൽ പറയുന്നു. അള്ളാഹു പറയുന്നു. അപ്പൊ അന്ന് മക്കൾക്ക് അബ്ദുല്ലാന്ന് പേരിടുന്ന സമ്പ്രദായം ഉണ്ട്. അള്ളാഹുവിന്റെ അടിമ. അവിടുന്ന് ഇങ്ങോട്ടെടുത്താൽ അള്ളാഹുവിന്റെ റസൂലിന് ആദ്യമായി വഹയി കിട്ടി പേടിച്ച് വിറച്ചു പനിച്ചു വന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ, അന്ന് അവർ മുസ്ലിം ആയിട്ടില്ലല്ലോ, ഇത് അഴിമത്തടുത്തിട്ടില്ല, റസൂൽ ഫസ്റ്റ് വഹയി കിട്ടിയില്ല. അപ്പോൾ ഖദീജ ബീവി പറഞ്ഞ വാക്കാണ് വല്ലാഹി ലൻ യുഖ്സീക അല്ലാഹു അബദ. അള്ളാഹുവാണ് സത്യം, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈയൊഴികയില്ല എന്ന് പറയുന്നു. അതേപോലെ മക്കയിൽ അവിശ്വാസികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കടലിന് മാത്രമല്ല, കരയുന്നുണ്ട്. കരയിൽ നിന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ കൊച്ചു സംഘം ഇവിടെ നശിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല. അതേ സമയത്ത് അബൂജഹൽ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, ഞങ്ങളിൽ ആരാണോ സത്യത്തിന്റെ കക്ഷി അവരെ നീ സഹായിക്കണേ, ഞങ്ങളിൽ ആരാണോ പ്രശ്നമുണ്ടാക്കിയും ഭിന്നിപ്പുണ്ടാക്കിയും എല്ലാം ചെയ്തത് അവരെ നീ പരാജയപ്പെടുത്തണേ എന്ന ആശയത്തിൽ അബൂജഹൽ പ്രാർത്ഥിക്കുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. നാലാമത്, അവർ ഹജ്ജിനായി വരുന്നു. അത് കടലിലേക്കല്ല, കപ്പലിലല്ല, കഅബയിൽ വന്ന് ഹജ്ജ് ചെയ്ത് തവാഫ് അവർ ചെയ്യുന്നു. തവാഫ് ചെയ്യാൻ അവർ വരുമ്പോൾ ആ തവാഫിന്റെ സമയത്ത് അവർ പറയുന്ന തൽബിയത്ത്, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ സ്വഹീഹ് മുസ്ലിമിൽ ആ ഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ കഅബ തവാഫ് ചെയ്യുമ്പോൾ അബൂജഹലും കൂട്ടരുമൊക്കെ പറയുന്ന വാക്കാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു. ലബ്ബൈക്, നിനക്കിതാ ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരും ഇല്ല. ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ ഒഴികെ. ഹുവ ലക, അവൻ നിനക്കുണ്ട്. ഏതാണ് പങ്കുകാരൻ? തംലിക്കുഹു, നീ അവനെ ഉടമപ്പെടുത്തുന്നു. വമാ മലക, അവൻ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അവൻ സ്വന്തമായി ഒന്നും ഉടമയാക്കിയിട്ടില്ല. രണ്ട് രൂപത്തിലും അർത്ഥം വെക്കാം. അത് അവർ ചെയ്തതാണ്. മാത്രമല്ല, തവാഫ് ചെയ്യാൻ വരുമ്പോൾ അവർ നഗ്നരായിട്ടാണ് വന്നിരുന്നത് എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. നഗ്നരായി വരുന്നു. കാരണം ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തപ്പോൾ ധരിച്ച വസ്ത്രമാണിത്. ഈ വസ്ത്രവുമായി തവാഫ് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് അല്ലാത്ത വസ്ത്രം അവർക്കില്ലതാണ് എങ്കിൽ പൂർണ്ണമായി അണിച്ചു വെച്ച് അവർ തവാഫിന് വരുന്നു. അള്ളാഹു ആയത്തിറക്കുന്നു, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. പള്ളിയുടെ പക്കൽ നിങ്ങൾ വസ്ത്രമാകുന്ന അലങ്കാരം സ്വീകരിക്കണം എന്ന് പറയുന്നു. അതേപോലെ മക്കയിലെ മുശ്രിക്കുകൾ മൃഗങ്ങളെ ബലി അർപ്പിച്ചിട്ടുണ്ട്.
അതേപോലെ കൃഷിയിടങ്ങളിൽ നിന്ന് ഒരു ഭാഗം നേർച്ചയാക്കിയിട്ടുണ്ട്. ആർക്ക്? അള്ളാഹുവിനുണ്ട്, ഒപ്പം ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഉണ്ട്. സൂറത്ത് അൻആമിൽ അല്ലാഹു തആല അക്കാര്യം പരിചയപ്പെടുത്തി. അവിടെ കന്നുകാലികളിൽ നിന്ന്, അവിടെ കൃഷികളിൽ നിന്നെല്ലാം ഒരു വിഹിതം അവർ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നു, ഒരു വിഹിതം അള്ളാഹു അല്ലാത്തവർക്കും. അൻആം സൂറ 136. വജഅലു ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബാ. അള്ളാഹു അവർക്ക് ഉൽപ്പാദിപ്പിച്ചു കൊടുത്ത കന്നുകാലികളിൽ നിന്ന്, കൃഷികളിൽ നിന്ന് അവർ അള്ളാഹുവിന് ഒരു വിഹിതം നിശ്ചയിച്ചു. ഫഖാലു ഹാദാ ലില്ലാഹി ബിസഅമിഹിം. അവർ പറയുന്നു ഇത് അള്ളാഹുവിനാണ് അവരുടെ വാദപ്രകാരം. വഹാദാ ലിശുറകാഇനാ. ഇതാവട്ടെ നമ്മുടെ പങ്കുകാർക്കുമാണ്. ഒരു വിഹിതം അള്ളാഹുവിന്, ഒരു വിഹിതം നേർച്ചക്കാർക്ക്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിഹിതം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചു കന്നുകാലിയിൽ നിന്ന്, കൃഷിയിൽ നിന്ന്. ഒരു വിഹിതം അല്ലാത്തവർക്കും കൊടുത്തു. അത് തന്നെ മാഇദ സൂറയിൽ അവസാന ഭാഗത്ത് അല്ലാഹു തആല പരിചയപ്പെടുത്തി. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം എന്ന് പറയുന്ന ആയത്തുകളിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തി. 103-ാമത്തെ ആയത്ത് സൂറത്ത് മാഇദ. അല്ലാഹു തആല ബഹീറയോ സായിബയോ വസീലയോ ഹാമോ നിശ്ചയിച്ചിട്ടില്ല. എന്താണ് സായിബയും വസീലയും ഒക്കെ? മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന നേർച്ച മൃഗങ്ങൾ. അള്ളാഹിന്റെ പേരിൽ നേർച്ചമൃഗം ഉണ്ടായിരുന്നു, ലാത്ത ഉസ്സ മനാത്തിന്റെ പേരിൽ നേർച്ചമൃഗം ഉണ്ടായിരുന്നു. ആ നേർച്ചമൃഗത്തിനെ പ്രത്യേകമായ ചില നിബന്ധന വെച്ചുകൊണ്ട് അവർ നേർച്ചയാക്കി വിടും. അതിന് പുറത്ത് ഭാരം വഹിക്കാൻ പാടില്ല, അതിനെ കൃഷിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ചില മൃഗങ്ങളെ അവർ അഴിച്ചുവിടും. ഈ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോഴാണ് തഫ്സീർ ജലാലൈനിയുടെ വ്യാഖ്യാനമായ ഹാശിയത്തു സ്വാവിയിൽ അല്ലാമ സ്വാവി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞത് ഇതുപോലെയാണ് ഇന്ന് ചില ആളുകൾ ചെയ്യുന്ന പണിയും. അതെന്താ? മിൻ കൗനഹിം യുർസില ഇജ്റൻ ഔ സാത്തൻ അലസ്മി വലിയ്യിൻ മിൻ ഔലിയാഇല്ലാഹി തആല. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഏതെങ്കിലും വലിയിന്റെ പേരിൽ ഒരു കാളയെയോ ഒരു ആടിനെയോ അവർ അയച്ചുവിടുന്നു. എന്നിട്ടോ തഅകുലു മിൻ അംവാലിൻ നാസ്, അത് ജനങ്ങളെ സ്വത്തെല്ലാം തിന്നുകൊണ്ടങ്ങനെ നടക്കുന്നു. വലാ യതഅറദു ലഹാ അഹദുൻ, ഒരാളും അതിനെ എതിർക്കുന്നില്ല. ഫൈലാ നസഹഹും ഇൻസാനുൻ, ആരെങ്കിലും ഒരാൾ അവർ ഉപദേശിച്ചാൽ വഖാല ഇന്ന ദാലിക ഹറാം, ഇത് ഹറാമാണെന്ന് പറഞ്ഞു കൊടുത്താൽ അസാഉൻ നബിഹി, അവർ അയാളെ കുറിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നു. വഖാലു, ജനങ്ങൾ പറയും ഇന്നഹു ലാ യുഹിബ്ബുൽ ഔലിയാ, അവൻ ഔലിയാക്കളെ സ്നേഹിക്കാത്തവനാണ് എന്ന് പറയുന്നു. നമ്മാട്ടിലുള്ള ഉള്ളാളുക്കുള്ള ആട്, അജ്മീർക്കുള്ള കാള ഒക്കെ ഉണ്ടല്ലോ, സമാനമായ രീതി എന്നർത്ഥം. അതേപോലെ അവർ പ്രാർത്ഥന പറഞ്ഞു, അവർ ഹജ്ജ് പറഞ്ഞു, നേർച്ചമൃഗങ്ങളെ കുറിച്ച് പറഞ്ഞു, കൃഷികൾ പറഞ്ഞു, ഇങ്ങനെ തുടങ്ങി പല ആരാധനാക്രമങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല മൗലിദ് കിതാബിൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്ന് പറഞ്ഞ് മുസ്ലിയാക്കന്മാർ നിർത്തിയിട്ട് പിന്നെ എല്ലാ മുസ്ലിയാക്കന്മാരും കൂടിപ്പാടുന്ന ഒരു പാട്ടുണ്ട്, അബ്ദുൽ മുത്തലിബിന്റെ പാട്ട്. കുട്ടി ജനിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പാടി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പാട്ട്. അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും, അല്ലദീ അഅ്താനി ഹാദൽ ഗുലാം, ഈ കുഞ്ഞിനെ എനിക്ക് തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അതായത് സങ്കല്പത്തിൽ അല്ലാഹു കൊടുത്തതല്ലോ, സങ്കല്പത്തിൽ അല്ലാഹു അല്ല കുഞ്ഞിനെ കൊടുത്തത്. അപ്പൊ എനിക്ക് കുഞ്ഞിനെ തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതി, അൽഹംദുലില്ലാഹ് എന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. മാത്രവുമല്ല അവിടെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ എന്ന ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം പ്രവാചക സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഖാല അബൂ ജഹൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അല്ലാഹുവേ ഇത് നിന്റെ പക്കൽ നിന്നുള്ള ഹഖാണെങ്കിൽ, ഈ നബിയും ഈ ഖുർആനും ഒക്കെ നീ അയച്ച ഹഖായതാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ അവിതിനാ ബിഅദാബിൻ അലീം, ആകാശലോകത്ത് നിന്ന് ഞങ്ങൾക്ക് നീ ഒരു ചരൽ വർഷം നീ പെയ്യിക്കണേ, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ നീ നൽകണേ. അപ്പോൾ അല്ലാഹു ആയത്തിറക്കി, താങ്കൾ അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കയില്ല. അവർ ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്ന കാലത്തോളവും അല്ലാഹു ശിക്ഷിക്കയില്ല എന്ന ആയത്തിറങ്ങിയത് അബൂ ജഹൽ ഇത് പറഞ്ഞപ്പോഴാണ്. ഏത് പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് എന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹുവേ ഈ മുഹമ്മദ് പറയുന്നത് നീ കൊടുത്തയച്ച ഹക്കാണെങ്കിൽ
നീ അതിന് ഒരു ശിക്ഷ ഇറക്കാൻ ഞങ്ങൾക്ക് ഒരു തെളിവെന്നോണം എന്ന് അബൂജഹൽ പറഞ്ഞപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. അപ്പൊ കടലിൽ പോയി മുങ്ങി മരിക്കുമ്പോൾ മാത്രമല്ല അവർ അള്ളാഹിനെ വിളിച്ചത്, അല്ലാതെയും വിളിച്ചിട്ടുണ്ട്. എന്നാൽ ആ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ കുറെ വിശ്വാസങ്ങൾ അവർ വെച്ച് പുലർത്തി. അതിൽപ്പെട്ടതാണ് അള്ളാഹ്ക്ക് പെൺമക്കളുണ്ട്, അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന് പങ്കുകാരുണ്ട്, അതിൽപ്പെട്ടതാണ് ലൈസത്ത് ലനാ അഹ്ലിയത്തുൽ ഇബാദത്തില്ല. തഫ്സീർ റാസിയിൽ കാണാൻ കഴിയും ലൈസത്ത് ലനാ അഹ്ലിയത്തുൽ ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ നമുക്ക് അർഹതയില്ല. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് ഇബാദത്ത് എടുക്കുക, ഇവർ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തോട്ടെ. അതാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനാണ് ഞങ്ങൾ ലാത്തയോട് തേടുന്നത്. അത് ഏതല്ലേ സങ്കല്പത്തിൽ അല്ലാഹയല്ല. ഇവർ അള്ളാഹുവിന്റെ പക്കൽ ഞങ്ങൾ ശുപാർശകരാണ്, അതേത് അള്ളാഹുവാണ്, സങ്കല്പത്തിൽ അള്ളാഹു അല്ല. അപ്പൊ ശരിയായ അള്ളാഹുവിനെ തന്നെയാണ് അവർ മറ്റ് തെറ്റായ വിശദാംശങ്ങളോട് കൂടി വിശ്വസിച്ചത്. അള്ളാഹു നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഒന്നേയുള്ളൂ. ആ അള്ളാഹിനെ കുറിച്ച് പലരും പല തെറ്റും വിശ്വസിച്ചു. ഇപ്പൊ ക്രിസ്ത്യാനികൾ ഈസാ നബി അള്ളാഹിന്റെ മോനെ വിശ്വസിക്കുന്നു, മറിയം ബീവി അള്ളാഹിന്റെ ഭാര്യനെ വിശ്വസിക്കുന്നു. അത് ഏത് അള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞത്? ശരിയായ അള്ളാഹിനെ കുറിച്ച് അവർ വെച്ച് പുലർത്തുന്ന തെറ്റായ വിശ്വാസം. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇത് വേറെ അള്ളയാണെന്നല്ല പറയുന്നത്. അള്ളാഹ്ക്ക് മക്കളില്ല, അള്ളാഹ്ക്ക് ഭാര്യയില്ല, എന്നുള്ള ആയത്ത് പഠിപ്പിച്ചു കൊടുക്കും. അള്ളാഹു ഭാര്യയെയോ മക്കളെയോ സ്വീകരിച്ചിട്ടില്ല. അവിടെ ഓല് എന്ത് പറയില്ല? അത് വേറെ അള്ളാഹിനെ പറ്റില്ല, ഈ അള്ളാഹിനെ പറ്റില്ലല്ലോ എന്നല്ല പറഞ്ഞത്. ഈ അള്ളാഹ്ക്ക് മക്കളുണ്ട് പറഞ്ഞപ്പോ അള്ളാഹത്തിറക്കി എന്നതാണ് അതിന്റെ വിശദീകരണം. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് കരയിൽ വെച്ച് മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിക്കുകയാണെങ്കിൽ അവര് ശിർക്ക് വെക്കാതെ ആരാധിച്ചിരുന്നില്ല. അവർ കരയിൽ വെച്ച് അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ ശിർക്കോട് കൂടിയാണ് അള്ളാഹുവിനെ ആരാധിച്ചത്. അപ്പോൾ അവര് മുഖ്ലിസീങ്ങളായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അത് കടലിൽ വെച്ച് മാത്രമാണ്. അല്ലാത്ത സമയത്തൊന്നും യഥാർത്ഥ അള്ളാഹുവിന് അവരെ ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല മുസ്ലിമാണെന്ന്. ഇതുവരെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. മുസ്ലിമാണെന്ന് പറഞ്ഞ പാർട്ടി തന്നെ ആര്? അബൂജഹൽ മുസ്ലിമാണെന്ന് പറഞ്ഞ പാർട്ടി തന്നെ ആര്? അള്ളാഹുവിന് നിഷ്കളങ്കമായി വലിയർത്ത ആളാണ് അബൂജഹൽ. നിങ്ങളെന്നെ ഇപ്പോ ഖുർആൻ ഒന്നും പറഞ്ഞു കൃഷിയിൽ നിന്ന് മറ്റുള്ള ദൈവങ്ങൾക്കൊക്കെ വീതിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹ്ക്ക് ഒരു വീതം കൊടുക്കും. അപ്പൊ അവിടെയും ശിർക്കുണ്ട്. ശിർക്കോട് കൂടി മാത്രമാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. ഹുസൈൻ സൽഫി പറഞ്ഞതുപോലെ അല്ല. ഹുസൈൻ സൽഫി പറയുന്നു നിസ്കരിച്ചത് അള്ളാഹുവിന് മാത്രമാണ്, മറ്റുള്ള കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രമാണ്. അങ്ങനെയല്ല, ശിർക്കോട് കൂടിയാണ് അബൂജഹൽ എല്ലാ ഇബാദത്തും കരയിൽ വെച്ച് ചെയ്തത്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി അപൂർവ സമയത്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ സങ്കല്പിക്കുകയാണെങ്കിൽ വിശ്വാസം ആ നിമിഷ നേരം മാത്രമുള്ള വിശ്വാസം വെച്ചത് കൊണ്ട് ഒരു മോമിനാണ് അബൂജഹൽ എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? ചില സുന്നി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ വേറെ ലോകത്താരും പറഞ്ഞിട്ടില്ല. ഒരു നിമിഷ നേരം പോലും അബൂജഹൽ മുസ്ലിം ആയിട്ടില്ല. ഒരു നിമിഷ നേരം പോലും മുസ്ലിം അല്ല. എന്തുകൊണ്ടായില്ല ലായിലാ പറഞ്ഞില്ല? അതാ റസൂല പറഞ്ഞത് വൈലക്കും ഖദിൻ, അവിടെ നിർത്തിക്കോൻ. അവിടെ നിർത്തിയവ മുസ്ലിം ആവും. നിർത്തിയില്ല, ബാക്കി പറഞ്ഞു ശിർക്ക് ചെയ്തിട്ടുണ്ട്, നേർച്ച ശിർക്കുണ്ട്, പ്രാർത്ഥന ശിർക്കുണ്ട്, നമസ്കാരത്തിൽ ശിർക്കുണ്ട്, അവന്റെ നോമ്പിൽ ശിർക്കുണ്ട്, അവന്റെ അറബിൽ ശിർക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ളത് പോലെ ശിർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഒരു നിമിഷ നേരത്തിൽ പോലും അവർ മുസ്ലിം ആയിട്ടില്ല. എന്നാൽ ഈ നേർച്ചക്കാരും ഈ പങ്കുകാർക്കും ഒന്നും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് കടലിൽ പോയി മുങ്ങി മരിക്കാൻ പോകുമ്പോൾ. അവിടെ അബൂജഹൽ മുസ്ലിമാണെന്ന് ഹുസൈൻ സലഫി എന്നല്ല ലോകത്ത് ഒരാളും പറയില്ല. എന്നാൽ ഇബ്ലീസ് അടക്കം മുസ്ലിമാണെന്ന് പറഞ്ഞവരാണ് മുസ്ലിയാക്കന്മാർ, സൂഫികൾ. സൂഫികളെ ശൈഖുൽ അക്ബറായ ഇബ്നുൽ അറബി, ശൈഖുൽ അക്ബർ, ഏറ്റവും വലിയ ശൈഖ് എന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന സൂഫികളുടെ നേതാവ്, അയാളാണ് പറഞ്ഞത് ഇബ്ലീസ് മുസ്ലിമാണ്. അസ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ശൈഖിനെ യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്ന ലോക ഖുറാഫി അയാളുടെ ജാമിഉൽ കറാമത്തുൽ ഔലിയ എന്ന കിതാബിൽ പരിചയപ്പെടുത്തുന്നു. മിമ്പർമക്കിട്ട് പറയുന്നത് അസ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ശൈഖ് ഉരിയാനി തങ്ങൾ എന്ന് പറയുന്ന ശൈഖിനെ യൂസുഫ് നബ്ഹാനി എന്ന ലോക ഖുറാഫി പണ്ഡിതൻ അയാള് ജാമിഉൽ കറാമത്തുൽ ഔലിയ എന്ന നിങ്ങളൊക്കെയും വിശ്വസിക്കുന്ന ആ കിതാബിൽ അയാൾ പരാമർശിക്കുന്നു. അതേപോലെ ഞങ്ങൾ പ്രവേശിച്ച സമുദ്രം പ്രവാചകന്മാരെ പോലും അത് തീരത്ത് നിൽക്കുകയാണ് എന്നവരെ പറഞ്ഞു. ഫിർഔന് ഈമാനുള്ള ആളായിരുന്നു എന്ന് ഈ ഇബ്നു അറബി പറഞ്ഞിട്ടുണ്ട്. ഫിർഔന് മുഅ്മിനായിരുന്നു. കാരണം എന്താ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാ നിങ്ങൾ റബ്ബ് എന്ന് പറഞ്ഞല്ലോ, എല്ലാം റബ്ബാണ്. അപ്പൊ ഫിർഔന് റബ്ബാണ്, അതുകൊണ്ട് ഫിർഔന് മുഅ്മിനാണ് എന്ന് ഇബ്നു അറബി പറഞ്ഞിട്ടുണ്ട്. അബൂ യസീദ് അൽ ബിസ്താമി പറഞ്ഞിട്ടുണ്ട് ഫഅഅ്ബുദുഹു വയഅ്ബുദുനി, അവൻ എന്നെ ആരാധിക്കുന്നു, ഞാൻ അവനെയും ആരാധിക്കുന്നു. വയഅ്ശുഖുനി വഅഅ്ശുഖു, ഞാൻ അവനെ പ്രേമിക്കുന്നു, അവൻ എന്നെയും പ്രേമിക്കുന്നു.
എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഇബ്ലീസും അതേപോലെ ഫിർഔനും ഇവരൊക്കെ മുസ്ലിമാണെന്ന് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുന്നി മുസ്ലിയാക്കന്മാരടക്കമുള്ള സൂഫികൾ മാത്രമാണ്. ലോകത്ത് അഹ്ലുസുന്നത്ത് പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഒരു നിമിഷം നേരം പോലും അബൂജഹൽ മുസ്ലിമായിട്ടില്ല. എന്നാൽ അബൂജഹൽ അള്ളാഹിന്റെ പരിചയമുണ്ട്. ആ അള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്. ലാത്തയെ ഒരിക്കലും അള്ളാഹിനെ വിളിച്ചിട്ടില്ല, ഉസ്സയെ അള്ളാഹിനെ വിളിച്ചിട്ടില്ല, മനാത്തയെ അള്ളാഹിനെ വിളിച്ചിട്ടില്ല. അള്ളാഹുവിനെ മാത്രമേ അള്ളാഹ് എന്ന് വിളിച്ചിട്ടുള്ളൂ. ആ അള്ളാഹുവിന് പങ്കുകാരെ അവർ സ്ഥാപിച്ചു. അപ്പോഴവർ മുശ്രിക്കായത്, അപ്പോഴാ ശിർക്കായത്. ആ പങ്കുകാരെ ഒഴിവാക്കിയിട്ട് ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ എന്ന് പറയാനാണ് റസൂൽ അവരോട് ആവശ്യപ്പെട്ടത്. അതവർ പറഞ്ഞില്ല. അതുകൊണ്ട് അവർ മുസ്ലിമായിട്ടും ഇല്ല.